വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം അത് അയർലൻഡുമായിട്ടാണ്. ജൂൺ 5-നാണ് നടക്കാൻ പോകുന്നത്. രാത്രി 8 മണിക്കാണ് മാച്ച് ആരംഭിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. കോഹ്ലി ടീമിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇന്ത്യ അയർലൻഡ് മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കോഹ്ലി ടീമിലേക്ക് തിരിച്ചെത്തി. ഒരുപക്ഷെ അടുത്ത മത്സരത്തിൽ പുതിയൊരു ഓപ്പണിംഗ് ജോഡി വരാൻ സാധ്യതയുണ്ട്. കോഹ്ലിയും സഞ്ജുവും ഓപ്പണിംഗിൽ വരണമെന്നാണ് ആരാധകർ പറയുന്നത്. കോഹ്ലി അല്ലെങ്കിൽ സഞ്ജു, ഒരാൾ എന്തായാലും ഓപ്പണിംഗിൽ വരുമെന്നത് ഉറപ്പാണ്. സഞ്ജുവിനെ ഉപേക്ഷിക്കാൻ സാധ്യതയില്ല. ജയ്സ്വാളിന് അവസരം കിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ജയ്സ്വാളിനെ ബാക്കപ്പ് ആയിട്ടാണ് ടീമിൽ എടുത്തിരിക്കുന്നത്. സഞ്ജു അല്ലെങ്കിൽ കോഹ്ലി, ഇവരെയായിരിക്കും ഇന്ത്യൻ ടീം ഓപ്പണിംഗിൽ പരീക്ഷിക്കാൻ പോകുന്നത്. 4-ാം നമ്പറിൽ സൂര്യകുമാറും പിന്നീട് ഋഷഭ് പന്തും ബാറ്റ് ചെയ്യും. അതുപോലെ പാണ്ഡ്യ ജഡേജ ടീമിലുണ്ടായിരിക്കും. അയർലൻഡ് ഇന്ത്യക്ക് ഒരു എതിരാളി ആയിരിക്കില്ല. ഇന്ത്യ ഈസി ആയിട്ട് കളി ജയിക്കുമെന്നത് ഉറപ്പാണ്. കഴിഞ്ഞ മത്സരം തന്നെ സഞ്ജുവിന് കളിക്കാൻ സാധിച്ചില്ല. ആ പിച്ചിന്റെ കുഴപ്പമാണ് സഞ്ജു ഔട്ടായത്. DRS ഉണ്ടെങ്കിൽ സഞ്ജുവിനെ വിളിക്കാമായിരുന്നു. ആ പിച്ചിൽ കളിക്കാൻ ബുദ്ധിമുട്ടായിരുന്നുവെന്ന് രോഹിത് ശർമ്മയും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സഞ്ജു ഫ്ലോപ്പ് ആയതിൽ യാതൊരു കുഴപ്പവുമില്ല. ഇനി നമുക്ക് അയർലൻഡിനെതിരെയുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. രോഹിത് ശർമ്മ, സഞ്ജു സാംസൺ, വിരാട് കോഹ്ലി, സൂര്യ, ഋഷഭ് പന്ത്, പാണ്ഡ്യ, ജഡേജ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, ബുംറ, സിറാജ്. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. ഇന്ത്യ അയർലൻഡിനെ പഞ്ഞിക്കിടുമെന്നത് ഉറപ്പാണ്. വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ആദ്യത്തെ മാച്ചിനാണ് ഇന്ത്യ ഇറങ്ങാൻ പോകുന്നത്. സന്നാഹ മത്സരം പോലെ ആയിരിക്കില്ല ആദ്യ മത്സരം. സന്നാഹ മത്സരത്തിൽ ഇന്ത്യ മെല്ലെയാണ് കളിച്ചത്. എന്നാൽ ഈ മാച്ചിൽ ഇന്ത്യ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുക്കും. അയർലൻഡ് ചെറിയ ടീമായതുകൊണ്ട് 200+ റൺസ് വരാൻ സാധ്യതയുണ്ട്. വേൾഡ് കപ്പിലെ ആദ്യ മത്സരം തന്നെ ഇന്ത്യ ജയിച്ചു തുടങ്ങട്ടെ. ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒരു എതിരാളി പോലും ആയിരുന്നില്ല. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.